ദിവസവും വീട് വൃത്തിയാക്കിയിട്ടും കുറച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയപടിയാകുന്നത് കണ്ട് മടുത്തവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ലോകത്തിൽ ഏറ്റവും വൃത്തിയുള്ള വീടുകളും നാടും ആരുടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ, ജാപ്പാനീസുകാരുടെയാണ്. വെറുതെ കുറച്ച് സാധനങ്ങൾ എടുത്തു മാറ്റുന്നതോ തറ തുടയ്ക്കുന്നതോ മാത്രമല്ല ജാപ്പാനീസ് രീതി. അവർക്ക് ക്ലീനിങ് എന്നത് മനസ്സിന് ഒരു സമാധാനം നൽകുന്ന ഒരു കലയാണ്, അല്ലെങ്കിൽ ഒരു മികച്ച ജീവിത ശൈലിയാണ്. വീട് എപ്പോഴും ഒരു കൊട്ടാരം പോലെ സുന്ദരമായി സൂക്ഷിക്കാൻ അവർ ഉപയോഗിക്കുന്ന 4 പ്രധാനപ്പെട്ട ജാപ്പനീസ് ക്ലീനിങ് രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ രീതി, ഇന്ന് ലോകമെമ്പാടും ആളുകൾ പിന്തുടരുന്ന കോൺമാരി മെത്തേഡാണ്. ജാപ്പനീസ് വനിതയാണ് ഈ രീതി ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഇതിന്റെ പ്രധാന നിയമം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധനങ്ങൾ വൃത്തിയാക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഡിക്ലറ്ററിംഗ് ചെയ്യണം. അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലെ ഒരു സാധനം കയ്യിലെടുക്കുമ്പോൾ അത് നമുക്ക് സന്തോഷം തരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ അതിനോട് നന്ദി പറഞ്ഞ് വീട്ടിൽ നിന്ന് മാറ്റുക. അതുപോലെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിലും ഇവർക്കൊരു പ്രത്യേക രീതിയുണ്ട്. വസ്ത്രങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാൽ അടിയിലെ വസ്ത്രം എടുക്കുമ്പോൾ ബാക്കിയെല്ലാം കൂടെ അലങ്കോലമാകും. അതിനു പകരം മടക്കി ലംബമായി എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന രീതിയിൽ ബോക്സുകളിൽ വയ്ക്കുക. ഇത് സ്ഥലം ലാഭിക്കാൻ മാത്രമല്ല, ഏത് ഡ്രസ്സും എളുപ്പത്തിൽ എടുക്കാനും സഹായിക്കും. രണ്ടാമത്തെ രഹസ്യം ഓസൂജി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം വലിയ വൃത്തിയാക്കൽ അല്ലെങ്കിൽ ഡീപ്പ് ക്ലീനിങ് എന്നാണ്. ജാപ്പനീസ് ആളുകൾ ഇത് സാധാരണയായി വർഷാവസാനം ഒരു ഉത്സവമായിട്ടാണ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ വർഷത്തെ നെഗറ്റീവ് എനർജിയും വിഷമങ്ങളും കളഞ്ഞ് പുതിയ വർഷത്തെ പോസിറ്റീവായി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേക നിയമമുണ്ട്. ക്ലീനിങ് എപ്പോഴും മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് വരണം. അതായത് ആദ്യം സീലിംഗിലെ പൊടിയും മാറാലയും കളയുക. അതിനുശേഷം ജനലുകളും വാതിലുകളും ഫർണിച്ചറുകളും തുടയ്ക്കുക. ഏറ്റവും ഒടുവിൽ മാത്രം തറ വൃത്തിയാക്കുക. അതുപോലെ മുറിയുടെ വാതിലിൽ നിന്ന് തുടങ്ങി ഉള്ളിലേക്ക് എന്ന രീതിയിലാണ് ഇവർ ക്ലീൻ ചെയ്യാറുള്ളത്. ഇതുവഴി ഒരു സ്ഥലത്തെ പൊടി പോലും വിട്ടുപോകാതെ പൂർണ്ണമായി വൃത്തിയാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, വീടിനുള്ളിലെ വായുവിന്റെ ഗുണനിലവാരമാണ്. എത്രയൊക്കെ തൂത്തു തുടച്ചാലും വീടിനുള്ളിൽ നല്ല വായു സഞ്ചാരം ഇല്ലെങ്കിൽ ആ വീടിന് ഒരു ഭംഗിയും ഉണ്ടാകില്ല. ജാപ്പനീസ് ആളുകൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ വീടിന്റെ എല്ലാ ജനലുകളും വാതിലുകളും തുറന്നിടാറുണ്ട്. രാത്രി മുഴുവൻ അടച്ചിട്ട മുറിയിലെ വായു പുറത്തുപോയി നല്ല ശുദ്ധവായുവും സൂര്യപ്രകാശവും ഉള്ളിലേക്ക് വരാൻ ഇത് സഹായിക്കും. ഇത് വീടിനുള്ളിലെ ദുർഗന്ധം മാറ്റാൻ മാത്രമല്ല, നമ്മുടെ മൂഡ് നന്നാക്കാനും പോസിറ്റീവ് എനർജി തരാനും സഹായിക്കും. നാലാമതായി, അവർ വീടിന് പുറത്തുപയോഗിക്കുന്ന ചെരുപ്പുകൾ വീടിനുള്ളിൽ കയറ്റാറില്ല. വീടിന്റെ മുൻവാതിലിൽ ഗൻകൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ പുറത്തെ ചെരുപ്പുകൾ ഊരിവെച്ച ശേഷം വീടിനുള്ളിൽ ഉപയോഗിക്കാൻ മാത്രമുള്ള പ്രത്യേക സ്ലിപ്പറുകൾ ധരിച്ചാണ് അവർ ഉള്ളിലേക്ക് കയറുന്നത്. പുറത്തു നിന്നുള്ള അഴുക്കും രോഗാണുക്കളും വീട്ടിലെത്താതിരിക്കാൻ ഇത് വലിയൊരു പരിധിവരെ സഹായിക്കുന്നു. കണ്ടില്ലേ ജാപ്പനീസ് ആളുകളുടെ ക്ലീനിങ് രീതികൾ എത്ര ലളിതവും മനോഹരവുമാണെന്ന്. ഇതൊരു ഭാരമായി കാണാതെ നമ്മുടെ മനസ്സിനെ കൂടി ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമായി കണ്ടാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇതൊക്കെ ശീലമാക്കാവുന്നതേ ഉള്ളൂ. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. വീട് എപ്പോഴും പോസിറ്റീവായിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.